ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ ജി സുധാകരനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദീപശിഖ പ്രയാണത്തിന്റെ പരിപാടിയിലാണ് ഇപ്പോൾ പങ്കെടുക്കാൻ പോകുന്നത്. പക്ഷേ ജി സുധാകരൻ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു വിവരം വരുന്നുണ്ടല്ലോ ശരത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, നാലുചിറ പാലം ഉദ്ഘാടനത്തിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ പങ്കെടുക്കില്ല. H. സലാം MLA നേരിട്ടെത്തി ക്ഷണിച്ചിട്ടും സുധാകരൻ വഴങ്ങിയില്ല എന്നാണ് അറിയുന്നത്. അതേസമയം പുന്നപ്ര വയലാർ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന ദീപശിഖ റാലിയിൽ ഇപ്പോൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജി സുധാകരൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരത്തെ, ഇപ്പോൾ ജി സുധാകരൻ പുന്നപ്ര വയലാർ വാർഷികാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ദീപശിഖ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടിയിൽ നേരത്തെ ക്ഷണമുണ്ടായിട്ടും ജി സുധാകരൻ പങ്കെടുക്കില്ല എന്നാണ്. CPക്ക് PMC വിഷയത്തിലുള്ളതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ അപമാനം വരുത്തിയ സൈബർ പ്രവർത്തകർക്കെതിരെ ഇതുവരെയും നടപടിയെടുത്തില്ല എന്നതിൽ ജി സുധാകരന് വലിയ അമർഷമുണ്ട്. ജി സുധാകരനും വഴങ്ങുന്നില്ല അല്ലേ ശരത്? അരുൺകുമാർ, അതായത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ പരിപാടി നാലുചിറ പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളും ഒപ്പം ജി സുധാകരനെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ജി സുധാകരനെ ഈ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചത്. MLA H. സലാം വീട്ടിലെത്തി ക്ഷണിക്കുകയായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികൾ, അതായത് ഇന്നിപ്പോൾ പുന്നപ്ര വയലാർ വാർഷിക വാരാചരണമാണ്. അതിന്റെ സമാപനത്തിന് ദീപശിഖ പ്രയാണം ഇവിടെ ഈ വലിയ ചുടുകാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ജി സുധാകരനാണ് ദീപശിഖ തെളിയിക്കുന്നത്, ഇത് ദീപശിഖ കൈമാറുന്നത്. തുടർന്ന് ഈ പരിപാടിയെ അനുഗമിക്കുക. അത് സാധാരണഗതിയിൽ എല്ലാ വർഷവും അദ്ദേഹം നടത്താറുള്ളതാണ്. കഴിഞ്ഞ VS അച്യുതാനന്ദൻ വരാതിന് ശേഷം 2019 മുതൽ ഈ പരിപാടി ജി സുധാകരനാണ് ദീപശിഖ പ്രയാണം കൈമാറുകയും ഒപ്പം അതിന്റെ പുറകെ അനുഗമിച്ച് നടക്കാറുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും സാധാരണഗതിയിൽ ആ പരിപാടി നേരത്തെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി പരിപാടി രക്തസാക്ഷികളുടെ പരിപാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് സുധാകരൻ അറിയിച്ചത്. അതിനാൽ തന്നെ ഈ സർക്കാർ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇന്നിപ്പോൾ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനത്തിലേക്കായിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചത്. ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള പോസ്റ്ററിലടക്കം ജി സുധാകരൻ ശരി ശരത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ നിർണായകമായ ദിവസമാണെന്ന്. ഇന്ന് CPയുടെ നിർണായകമായ എക്സിക്യൂട്ടീവ് ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴയിൽ വെച്ച് ചേരാനുള്ള കാരണം പുന്നപ്ര വയലാർ ഇന്ന് വാർഷിക ദിനാചരണമാണ്. ആ വാർഷിക ദിനാചരണത്തിന്റെ പരിപാടിയിൽ വൈകുന്നേരം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരുമിച്ച് വേദി പങ്കെടുത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ CPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർണായക തീരുമാനമുണ്ടാവും. അനുനയം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ CPM ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ചിട്ടുണ്ട്. സാധാരണ വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് ഇന്ന് തിങ്കളാഴ്ച വിളിച്ചിരിക്കുന്നത് ഈ PMC വിഷയം രാഷ്ട്രീയമായി ഇടതുമുന്നണിയിൽ വലിയ അപസ്വരമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം ഏറെക്കുറെ അസാധ്യമാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരു മെമ്മോറാണ്ടത്തിൽ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിന് എന്ത് സാധ്യത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതികളെ ബാധിക്കുമെന്നതാണ് സർക്കാരിന്റെ ഒരു വേർഷൻ.